സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് 35 വർഷമായി പ്രൊഫഷണൽ കലാരംഗത്ത് ഗായികയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരിയുടെ വീട്ടിലാണ്. ലേഖ ജയകുമാർ അല്ലേ? ജയകുമാർ എൻ്റെ കൂട്ടുകാരനാണ്. ലേഖയും കൂട്ടുകാരിയാണ്. ലേഖ, ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം വീടൊക്കെ പെയിന്റ് ഒക്കെ അടിച്ചല്ലോ അല്ലേ? അന്ന് ഞാൻ വന്ന വീട് പെയിന്റ് ഒരു പ്രോഗ്രാം വിളിക്കാൻ വന്നില്ലായിരുന്നു. അന്ന് അത്ര പെയിന്റ് ചെയ്തില്ലായിരുന്നു. ഇതിപ്പോ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ സ്വന്തമല്ല. സ്വന്തമല്ല. അന്ന് വന്നതോ? അതും വാടക വീട് തന്നെയായിരുന്നു. ഇപ്പം 18 വർഷമായിട്ട് വാടക വീട്ടിൽ തന്നെയാണ്. പല സ്ഥലത്ത് ഇങ്ങനെ മാറി. സത്യം അതെനിക്ക് അറിയില്ല കേട്ടോ. സത്യമായിട്ടും കേട്ടോ. ജയൻ ഓട്ടോറിക്ഷ ഓടിക്കുമല്ലേ? ആ ഓട്ടോയുടെ ഫീൽഡ് വിട്ടു. കുറച്ച് മരപ്പണി, എല്ലാ പണികളും ഇപ്പം ചെയ്യാൻ. മക്കള്? മോള് 26 വയസ്സായി. പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനി ജോലിയാണ്. പിന്നെ മോനുണ്ട് 20 വയസ്സായി. അതൊരു കടയിൽ പോണം. ഞാൻ ചെറിയ ക്ലാസ് ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ പോണു. അപ്പം ഇതൊക്കെ മാറി ഇനി അടുത്ത തവണ ഞാൻ വരുമ്പോ ഒരു നല്ല വീടൊക്കെ ആകാൻ പ്രാർത്ഥിക്കാം. നമുക്കതേ പറ്റും. അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാലേ? പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയാം. ലേഖയുടെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ജയകുമാറേ കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ വിളിച്ച് ഭയങ്കരമായിട്ട് ചൂടാക്കുക ചെയ്ത്. നീ ഇങ്ങനെ ഒത്തിരി പേരുടെ പാട്ട് അവിടെ ഇവിടെ എല്ലാം പോയി ഷൂട്ട് ചെയ്യുന്നല്ലോ. നിന്റെ ഒരു പെങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, എന്റെ പെങ്ങളുടെ പാട്ട് എന്താ ഷൂട്ട് ചെയ്യാത്തത്? അപ്പൊ ഞാൻ ജയകുമാറിനോട് പറഞ്ഞു, ഈ ശ്രീനിവാസൻ പറയുന്നില്ലേ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞു, അതിന്റെ സമയമുണ്ട്. എനിക്കിപ്പോഴേക്കും സമയം അല്ലെ? ലേഖയുടെ ചിലപ്പോൾ സമയം തെളിയുന്നതും ഇവിടെ ഉണ്ടായിരിക്കാം. ലേഖയുടെ സമയം തെളിഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിന്റെ സമയം തെളിയുന്നത് ഇവിടെ ഉണ്ടായിരിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്കൊരു മ്യൂസിക് മെലഡി എന്നുള്ളൊരു ട്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഭക്തിഗാനങ്ങളും ഗാനമേള ഓൾഡീസ് ഗോൾഡൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പ്രോഗ്രാം കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ നമുക്ക് പ്രോഗ്രാം കൂടുതൽ കിട്ടണം. അപ്പം അതിനു വേണ്ടി എല്ലാവരും അതിനൊരു അവസരം ഒരുക്കി തരണം. ലേഖ പറയുന്നത്, ലേഖയുടെ ട്രൂപ്പിന് പ്രോഗ്രാം കിട്ടിയാൽ അല്ലെങ്കിൽ ലേഖനെ പാടാൻ വിളിച്ചാൽ അതിന്റെ വരുമാനം കിട്ടും. അപ്പോൾ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ലേഖയുടെ പാട്ട് കേൾക്കാം. അതിനുശേഷം തീർച്ചയായിട്ടും ഈ പറഞ്ഞ സംഘാടകരോ സമിതികളോ ട്രൂപ്പ് അല്ലെ ബന്ധപ്പെട്ടവർ, ഈ കലയായിട്ട് ബന്ധപ്പെട്ടത് പ്രോഗ്രാം ഫോം ചെയ്യുന്നവരുണ്ടെങ്കിൽ ലേഖയെ വിളിക്കട്ടെ. ഓക്കെ ലേഖ? ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. പൊന്നിലഞ്ഞികൾ പന്തലൊരുക്കി കർണികാരം താലമിടുത്തു. പൊന്നിലഞ്ഞികൾ പന്തലൊരുക്കി കർണികാരം താലമിടുത്തു. പുഷ്പിതാഗ്രകൾ മന്ദാരങ്ങൾ പുഞ്ചിരി ചിരി തൂകി. ആ മപനി പാ ഗ ഗ ഗ മരി സ മരി പാ നീ
സാ മാരി നിസ നി ധനി നിസ നി നി മ പ ഗ മ രി സ നി സ മ രി പ മ പ നി ധനി നി സ നി രി ഗ മ രി സ നി ധനി നി സ നി പ മ പ ഗ മ രി സ മ രി പ മ നി ധനി സ മ രി പ ഗ മ രി സ രി ഗ മ രി സ രി രി നി സ രി സ നി പ മ മ പ നി ധനി നി സ മ പ നി ധനി നി സ മ പ നി ധനി നി സ ഇന്നീക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്